ഫ്രണ്ടിലോട്ട് ഇടാം. ഞങ്ങള് പോകുന്നില്ല. എനിക്ക് സമാനപ്പെട്. എനിക്ക് ഞങ്ങളുടെ വീട്ടിൽ ഇനി ജോലിയൊന്നും ചെയ്യാൻ വയ്യ. ഞാൻ ഇടം കൂടാൻ പോവാ. അതെ, അതാകുമ്പോ പിന്നെ അയ്യോ എനിക്ക് ഒറ്റയ്ക്ക് പണി അത് തന്നെ. അയ്യോ അപ്പൊ അവക്കൊരു വേലക്കാരിയായിട്ട് അവളെന്നെ കാണുന്നത്. ഇവിടെ ഇങ്ങനത്തെ മാലകളൊക്കെ ഇടും, ഞാൻ കണ്ടിട്ടുണ്ട് സാരിയുടെ കൂടെ ഒക്കെ. ഞാനാണെങ്കിൽ ഇതൊന്നും ഇടത്തില്ല. നല്ല ചേട്ടാ വളത്തില്ലേ നമുക്ക് കണ്ടില്ലേലും മിണ്ടാം കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്ന് സംസാരിക്കാം അങ്ങോട്ട്. കൊള്ളാം, അടിപൊളിയായിട്ട് ചേരുന്നു, നല്ല ചേരുന്നു. പരിപാടി നമുക്ക് ഇനിയാണ് പരിപാടി. നമുക്ക് അതിലേക്ക് നമുക്ക് ഡ്രസ് മാറാം. കളർ അടിച്ച് തുടങ്ങി ചോക്ലേറ്റിന് വേണ്ടിയിട്ട്. ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ഇവളൊരു കാര്യം പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഞാനും പറയും, ഞാനൊരു കാര്യം പറഞ്ഞു തരുന്നതിന് മുമ്പ് ഇവളും പറയും. അതുകൊണ്ട് കണ്ടന്റിന് ദാരിദ്ര്യം. അത് തന്നെ, ഞങ്ങളുടെ രണ്ടുപേരുടെ സ്വഭാവം ഏകദേശം ഒന്നാണ്. വല 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 വലാന്ന് അങ്ങനെ സ്വഭാവമുണ്ട്. നമ്മൾ വല്ലതും രുചിക്ക് ഇന്നാന്ന് പറഞ്ഞ് പോകുമ്പോൾ കടയിൽ പോയി ചോദിക്കും വെള്ളച്ചോറി സുന്ദരി. നാണം കെടുത്തും ഞാനോളെ. പാവല്ലേ പൊക്കോട്ടേടി, ചായ ഇടണ്ടേടി. എനിക്കറിയാം, പാലെടുത്തുക. ഓണാണോ? എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മള് എന്താ കല്യാണി ചേച്ചി നമ്മുടെ വീട്ടിൽ വന്നായിരുന്നു. അതുപോലെ ഇന്ന് നമ്മള് കല്യാണി ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് സർപ്രൈസ് ആയിട്ട് പറയാനൊക്കെ ഇരിക്കുക. എല്ലാം പൊട്ടിച്ച് കൈ തന്ന് ആദ്യമേ നിങ്ങളടുത്ത് പറഞ്ഞു. അപ്പൊ മുത്തുമണീസ്, അപ്പൊ ഇന്ന് നമ്മള് വൈകുന്നേരം ഇപ്പൊ എത്ര മണിയായിണേ? ഒരു 5:04 ആണോ? ഓടുന്നില്ലേ? അയ്യോ ഞങ്ങളുടെ ക്ലോക്കിലെ ബാറ്ററി തീർന്നു ഫ്രണ്ട്സ്. അപ്പോ സമയം 5:50. 5:50 ഫ്രണ്ട്സ്. ഇപ്പോഴാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. കാറ് സർവീസിനൊക്കെ കൊടുത്തേക്കുമായിരുന്നു, ഇപ്പോഴാണ് കിട്ടിയത് കേട്ടോ. അപ്പൊ ഇന്ന് രാത്രിത്തെ ഒരു ഈവനിങ് വൈബ് പോലെ നമ്മുടെ കല്യാണിയുടെ വീട്ടിലാണ് നമ്മൾ ഇന്ന് അടിച്ച് പൊളിക്കാൻ പോവാണല്ലേ. പൊന്നിസും കൊണ്ടും കുറെ നാളായിട്ട് കല്യാണി ചേച്ചിയുടെ വീട്ടിൽ പോകണം, കല്യാണി ചേച്ചിയുടെ വീട്ടിൽ പോകണം. ഇന്നാണ് നമുക്ക് സൗകര്യം കിട്ടിയത്. അപ്പൊ ഞാൻ ഒരുങ്ങി റെഡിയായിരിക്കാം. പൊന്നിസിന്റെ ഡ്രസ്സ് കൊള്ളാമോ ഫ്രണ്ട്സ്? പുതിയതാണ് കേട്ടോ, ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചാണ്. എൻ്റെ കഫ്താൻ മോഡൽ ടോപ്പാണ് കേട്ടോ, കൊള്ളാം. അപ്പം ഞാൻ അണ്ണൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു കാറ് സർവീസ് ചെയ്തിട്ട് വാങ്ങാൻ അണ്ണൻ പോയിരുന്നു. ആ സമയത്താണ് ഞങ്ങൾ ഒരുങ്ങിയിരുന്നത്. ഞാൻ പറഞ്ഞു അണ്ണൻ പോയിട്ട് വരുമ്പം അവിടെ കൊണ്ടുപോകാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാനേ. അപ്പോൾ അത് അണ്ണൻ വാങ്ങിച്ചുകൊണ്ട് വന്നത് പുതിയതാണ്, ബേക്കറിയിൽ തന്നത്. അത് പിന്നെ പൊതിഞ്ഞ് വെക്കണം. അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ബാ. അണ്ണൻ വാങ്ങിച്ചുകൊണ്ട് വന്ന ബേക്കറി സാധനങ്ങളാണ് മിക്സർ, കേക്ക്, ചിപ്സ്, പിന്നെ ഏത്തക്ക വാങ്ങിച്ചിട്ട് വന്നു, ജിലേബി, ലഡു, പിന്നെ ഒരു നീളത്തിലിരിക്കുന്ന മുറുക്ക്, പിന്നെ കപ്പ് കേക്ക്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ ചില ബേക്കറികളിൽ നമ്മളിങ്ങനെ സാധനം മേടിക്കുമ്പോൾ കവറിനകത്ത് ഇങ്ങനെ പാക്ക് ചെയ്ത് ചുമ്മാ എടുത്തിടത്തേ ഉള്ളൂ. അപ്പോൾ ഇവർ പൊതിഞ്ഞ് തരത്തില്ല കേട്ടോ. നമ്മളൊരു വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ പൊതിഞ്ഞ് അതിൻ്റെ രീതി കൊണ്ടുപോകണേ. അങ്ങനെ ഞാൻ എല്ലാം എടുത്തു വെച്ചു. അണ്ണൻ്റെ ഷീറ്റൊക്കെ എടുക്കാൻ പോയി. അതിനിടയിൽ സാധാരണ കുറച്ച് ഡയറി മിൽക്കും മിൽക്കി ബാറും 5 സ്റ്റാറും മഞ്ചും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് സെപ്പറേറ്റ് ഒരു കവറിലെടുത്ത് വെച്ചു കേട്ടോ. എന്നിട്ട് നമ്മുടെ 3 കുട്ടീസിനും കളറിംഗ് ബുക്കും എടുത്ത് വെച്ചു. കളറിംഗ് ബുക്കും ക്രയോൺസും വാങ്ങിച്ചു വെച്ചു. അവിടെ പോയേ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കുഞ്ഞുങ്ങളല്ലേ വഴക്കുണ്ടാവാതെ അവരുടെ മൈൻഡ് മാറ്റി വിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ദൂരയാത്രയൊക്കെ പോകുമ്പോൾ കാറിലും ഇതുപോലെ നമ്മുടെ കളറിംഗ് ബുക്കും ക്രയോൺസും വാങ്ങിച്ചു വെക്കും. ഇപ്പോൾ പൊന്നൂസ് മൗണ്ടന് കാറിൽ ബാക്ക് സൈഡിലിരുന്ന് കളർ ചെയ്തുകൊണ്ടിരിക്കും. നന്നായിട്ട് കളർ ചെയ്യുന്നതൊക്കെ ഞാൻ ചോക്ലേറ്റ് കൊടുക്കും. അങ്ങനെയാണ് ഞാൻ പൊന്നൂസിനെ മൗണ്ടനെ പറ്റിക്കുന്നത്. ആ മെത്തേഡ് തന്നെ നമുക്ക് കല്യാണിയുടെ വീട്ടിൽ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കളറിംഗ് ബുക്കും ക്രയോൺസൊക്കെ വാങ്ങിച്ചു വെച്ചതാണ്. അണ്ണൻ നല്ല വൃത്തിയായിട്ട് പൊതിയും കേട്ടോ. അതിപ്പോൾ ഷർട്ട് മടക്കി വെച്ചാലോ അല്ലെങ്കിൽ എന്ത് സാധനം ചെയ്താലും അണ്ണൻ നീറ്റായിട്ട് ചെയ്യും. ഞാൻ വാലാജാല ചെയ്യും. അതുകൊണ്ടാണ് അണ്ണനെ പൊതിയാൻ വിളിക്കുന്നത്. അണ്ണൻ്റെയൊക്കെ പൊതിഞ്ഞ് സെറ്റാക്കി എല്ലാം കൂടി ഒരു കവറിലാക്കി. ഞാൻ ആദ്യം 2 കവറിലാണ് വെച്ചത്. അണ്ണൻ പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല, എല്ലാം കൂടി ഒരു കവറിലാക്കാന്ന്. പിന്നെ ഞാൻ എവിടെ പോയാലും ഏതെങ്കിലും ഒരു സാധനം എടുക്കാൻ മറക്കും. അപ്പം നമ്മൾ ബേക്കറി സാധനം വെച്ചതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ വേറൊരു കവറിൽ കളറിംഗ് ബുക്കും ക്രയോൺസും ചോക്ലേറ്റും ഒക്കെ ഇട്ട് അതിൻ്റെ അടുത്ത് തന്നെ വെച്ചു. അല്ലെങ്കിൽ അതെടുക്കാൻ ഞാൻ മറക്കും. പ്രധാനപ്പെട്ട സാധനം എല്ലാം ഒരുമിച്ച് വെക്കും കേട്ടോ ഞാൻ. എന്നിട്ട് ഞാൻ ഇത് കല്യാണിക്ക് വാങ്ങിച്ചതാണ്. നല്ലൊരു അടിപൊളി മാലയാണ് കേട്ടോ. അവൾ സെറ്റ് മുണ്ടിൻ്റെ കൂടെയും സെറ്റ് സാരിയുടെ കൂടെയൊക്കെ ഇങ്ങനത്തെ മാല ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോസിൽ. ഞാൻ അങ്ങനെ യൂസ് ചെയ്തില്ല. അതുകൊണ്ട് അവൾക്ക് ഞാൻ നല്ലൊരു മാല വാങ്ങിച്ചു. അതിനകത്ത് ദേവിയൊക്കെ ഇങ്ങനെ ഉണ്ട്.
അവൾക്ക് ഇഷ്ടമായിരിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇഷ്ടപ്പെടുമായിരിക്കും, ഇത് കൊടുക്കുമ്പോൾ അവൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. അപ്പം എൻ്റെ കയ്യിലൊരു പെട്ടി ഉണ്ടായിരുന്നു, നമ്മൾ ഭീമേന്ന് ഗോൾഡ് മേടിച്ചപ്പോൾ കിട്ടിയൊരു പെട്ടി ഉണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ അടിപൊളിയാക്കി വെച്ചു. കൊടുക്കുമ്പോൾ നമ്മൾ അതിൻ്റേതായ രീതിയിൽ കൊടുക്കണ്ടേ. ഇത് വാങ്ങിച്ചപ്പോൾ ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു സംഭവത്തിലാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗോൾഡിൻ്റെ പെട്ടിയിൽ ഞാനത് അടിപൊളിയാക്കി ഇത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരെ കിങ്ങിണി പൂച്ചയ്ക്ക് ഞാൻ മീൻ പൊരിച്ചതൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത് കേട്ടോ. പുള്ളിക്കാരി ഇനി നമ്മൾ വരുന്നവരെ വിശന്നിരിക്കണ്ട. ഷിണ്ടിരിയേ ഈ സാധനമൊക്കെ എടുത്ത് വെച്ചു. ദേ പൊന്നൂസും മോനക്കുട്ടനും എന്തോ നോക്കുന്നേ? മോട്ടു ബബലൂന്റെ കളേഴ്സ് ചെയ്യാനാണ്. അപ്പൊ ഇവരവിടെ അടങ്ങിയിരിക്കാൻ വേണ്ടിട്ട് വാങ്ങിച്ച കളർ ബുക്ക് കേട്ടോ. അപ്പൊ കളർ ബുക്കും ക്രയോൺസും ഒക്കെ അവിടെ ചെന്ന് അപ്പുക്കുട്ടന്റെ കൂടെ ചെയ്യാം കേട്ടോ. അതൊക്കെ ഉണ്ട്, അമ്മ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ആരാ നല്ലപോലെ കളർ അടിക്കുന്നത് അവർക്ക് സമ്മാനമുണ്ട്. ആ ഓക്കെ, ഇറങ്ങാണ് ഫ്രണ്ട്സ്. നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. കിങ്ങിനി ഞങ്ങൾ പോയിട്ട് ചിണ്ടിരി. അപ്പം നമ്മൾ ഇറങ്ങുകയാണ് മുത്തുമണീസ്. നല്ല മഴ വരാൻ പോകുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ വേറെ ഇവിടെ മഴ പെയ്യുന്നതിൻ്റെ കോളായിരിക്കും, പക്ഷേ ഇവിടെ ഭയങ്കര കാറ്റാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഇന്നലെയുടെ മെനഞ്ഞാന്ന് വൈകുന്നേരം ഭയങ്കര കാറ്റടിച്ചിട്ട് ഒരുപാട് സ്ഥലത്ത് മഴയൊക്കെ ഒടിഞ്ഞു വീണ്. ഇവിടെ ഒന്നും കറണ്ട് ഇല്ലായിരുന്നു. രാത്രി കറണ്ട് വന്നത്. അതുകൊണ്ട് ഭയങ്കര കാറ്റാണ്, കാറ്റടിക്കുന്നത്. അപ്പം നമുക്ക് അടുത്ത മഴയ്ക്ക് മുമ്പങ്ങ് ഇറങ്ങാം. ഓ അണ്ണ ഇനി സ്റ്റാർട്ടാക്കി പാട്ടൊക്കെ ഇട്ട് വരുമ്പോഴാണ് സമയം. എനിക്ക് ഗേറ്റ് അടിച്ചാലല്ലേ ഇറങ്ങാൻ പറ്റും. ചെറിയ ചാറ്റൽ മഴ പെയ്യുന്നു. വെയിലും മഴയും കുറുക്കൻ്റെ കല്യാണമാണെന്ന് തോന്നുന്നു. വെള്ളം വീഴുന്നു. അണ്ണ വേഗം വാ, ഒരുങ്ങിയതൊക്കെ വെറുതെ ആവും. ഇതാണ്ട് വെള്ളം വീണ് തുടങ്ങി. വേഗം മഴ പെയ്ത് ഫ്രണ്ട്സ്. എന്തുവാ മോനോട്ടൻ ഫ്രണ്ടി ഇരിക്കും. ആ പറഞ്ഞോ, അമ്മച്ചി കേട്ടോളാം. പറഞ്ഞോ? ഇല്ല, ഫോൺ ഓഫ് ആക്കിയാലേ മോനോട്ടം പറയും. അണ്ണൻ ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. എൻ്റെ പൊന്നൂച്ച് താണ്ടി ഞാനും പൊന്നൂസും പുറകില. മോനുക്കുട്ടൻ എന്നെ ഔട്ടാക്കി എടുത്ത് എറിഞ്ഞു കളഞ്ഞു. അങ്ങനെ ഞാൻ പുറകെ വന്നിരുന്നു. വലിയ മോനൂട്ടാ ശുണ്ടിരോ നോക്കി ശുണ്ടിരോ. അതെ, അന്നേരം അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും. മോനൂട്ടൻ അല്ലെങ്കിലും നിങ്ങൾ രണ്ടുപേരും ഈ വീട്ടിലെ പ്രശ്നക്കാരെ രണ്ടുപേരും ഇറങ്ങിക്കോ. ആണോ? നമ്മളിപ്പോ പുനലൂന്ന് അങ്ങോട്ട് തിരിച്ചതേ ഉള്ളു കേട്ടോ. ഇനി നമ്മൾ കൊല്ലം കൊട്ടിയത്താണ് പോകുന്നത് കേട്ടോ. കല്യാണ വീട് കൊട്ടിയത്താണ്. അന്നേരം എന്താ എന്നെ കുറച്ച് മുമ്പ് വിളിച്ച് നിങ്ങൾ ഇറങ്ങിയോ, ഞാൻ വന്നിട്ട് അവൾക്ക് അവിടെ എന്തോ കല്യാണത്തിൻ്റെ ഒരു പാർട്ടി ഉണ്ട് കേട്ടോ, റിസപ്ഷൻ ഉണ്ട്, അതിന് പോകണം, എന്നെയും കൊണ്ട് പോകാൻ നീ വരുമോ? ഞാൻ വരാം, അതിനെന്തുവാ, വിളിച്ചില്ലേലും നമുക്ക് കുഴപ്പമില്ല, അവളവിടെ പോകാമല്ലോ. അപ്പം എന്നെയും കാത്തവിടെ ഇരിക്കുവാണ് പുള്ളിക്കാരി നമ്മൾ ചെല്ലാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് എന്തായാലും എത്ര മണിക്കൂർ എടുക്കുവാണേ? അതെ, കൊല്ലം റോഡ് ചെറിയ റോഡുമാണ്, ഭയങ്കര ട്രാഫിക് ബ്ലോക്കുമാണ്. എന്തായാലും ഒന്നേകാൽ മണിക്കൂർ എടുക്കും. അപ്പൊ നമുക്ക് കല്യാണം വീട്ടിൽ ചെന്നിട്ട് കാണാമേ. അപ്പൊ അതെ 7:45 ആയപ്പോഴത്തേക്കും നമ്മളിത് എത്തി. ഗൂഗിൾ മാപ്പ് അവള് ലൊക്കേഷനൊക്കെ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അന്നെ നേരെയാ നോക്ക്, അവള് വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ. നേരെയാ അപ്പുക്കുട്ടനെ ഇങ്ങനെ നേരെ നടന്നു വന്ന് വീഡിയോയിലുണ്ടെണ്ണേ. നേരെ വെക്കോ, അതല്ല പൂ കാണിച്ചു തരാം ഞാൻ. ഇതല്ല അങ്ങോട്ട് പോണ്ടേ? അതുകൊണ്ട് അതല്ലേ കൂടി, അതുകൊണ്ട് അത് തന്നെ അതുകൊണ്ട് അപ്പുക്കുട്ട ഇറങ്ങി വെളിയിരിക്കുന്ന. അത് തന്നെ, വാ വാ. അവൻ തോണ്ട് കൈ കാണിക്കുന്നു. അപ്പുക്കുട്ട അവിടെ കൈ കാണിക്കാ. ഇവിടെ വാ ഇതാണ്ട് ഇതാ കൈ കാണിക്ക. അങ്ങനെ നമ്മൾ എത്തി ഫ്രണ്ട്സ്. 1 മണിക്കൂറത്തെ യാത്രക്ക് ശേഷം നമ്മൾ കല്യാണം. അപ്പുക്കുട്ടൻ ഹായ് എന്ന്. അങ്ങോട്ട് വണ്ടി ഇടാവോ അതോ ഞങ്ങൾ ഇറങ്ങട്ടെ? നമുക്ക് ഇറങ്ങാം, നിക്ക്. കല്യാണി നമുക്ക് ഗേറ്റൊക്കെ തുറന്നിട്ട് വന്ന് എന്തേ പെണ്ണ് കാണുന്നില്ല. അതുകൊണ്ട് ശുണ്ടിയായി നിക്ക. അവക്കൊരു കല്യാണ പാർട്ടി അവക്കൊരു കല്യാണ പാർട്ടി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് വന്ന് നിക്കുക. ബാ നമുക്കിനി ഇറങ്ങാം. സുന്ദരിയെ കണ്ടു ഫ്രണ്ട്സ്, സുന്ദരിയെ കണ്ടു. അവള് കല്യാണത്തിനൊക്കെ പോയിട്ട് ഒന്ന് ഒരുങ്ങി നിൽക്കാട്ടോ.
റിസപ്ഷൻ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും വീട്ടിൽ വന്നിട്ട് കണ്ട് ഇത്ര ഒരുങ്ങി സീരിയലാന്ന് വിചാരിക്കും. അത് തന്നെ സീരിയൽ പറത്തി ഇട്ടേക്കുന്നു. എടി സാധനം എടുക്കട്ടെ അണ്ണേ തുറക്കുമ്പോ കുഴപ്പമുണ്ടോ? ഞങ്ങള് പോകുന്നില്ല. എനിക്ക് ഞങ്ങളുടെ വീട്ടിൽ ഇനി ജോലിയൊന്നും ചെയ്യാൻ വയ്യ. ഞാൻ എവിടെ വിടാൻ പോവാ. അതെ അതാകുമ്പോ പിന്നെ അയ്യോ എനിക്ക് ഒറ്റയ്ക്ക് പണിയൊന്നും അത് തന്നെ. അയ്യോ അപ്പൊ അവക്കൊരു വേലക്കാരിയായിട്ട് അവളെന്നെ കാണുന്നത്. മതിയോ? ആ മതി. പിന്നെ എല്ലാരും കയറുക. കല്യാണിയുടെ വീട് പിന്നെ എല്ലാരും ഹോം ടൂറിൽ കണ്ടിട്ടുള്ള ഞാൻ പറഞ്ഞായിരുന്നു വീഡിയോയിൽ ഭയങ്കര വലുതാടി. എനിക്ക് ഭയങ്കര സങ്കടവും. കുഴപ്പമില്ല. എന്നാലും നിനക്ക് 3 ഉണ്ടടി. 3 ഹാളുണ്ട്. നമ്മുടെ ഹാൾ കോൺട്രാക്ട് ചെറുതായില്ല. നമുക്ക് കുഴപ്പമില്ല. ഇത്രയുണ്ട്. അടിച്ചുപോയി. എന്താ പറ്റി? എനിക്കറിയത്തില്ല. കണ്ടോണ്ട് കൊടുത്തോ നീ? ഈ ടി വി അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നമ്മുടെ പണ്ടത്തെ ബാക്ക് ടി വി ആണെങ്കിൽ എത്ര വർഷം വേണേലും ശരിയായിരിക്കും. ഈ ടി വിയിൽ അടിച്ചു പോയാൽ കഴിഞ്ഞു. ഞാണ്ടേ വിണ്ട് അപ്പുക്കുട്ടെ കെട്ടിപ്പിടി. ഞാൻ അവിടുന്ന് സോപ്പിട്ടോണ്ട് വന്നയാ. ആമ്പിള്ളേരോ കൂട്ട് നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവല്ലെന്നൊക്കെ പറഞ്ഞു. കളർ ബുക്ക് ഒക്കെ എടുത്ത് കൊടു മോനെ. അത് ഇച്ചിരി കഴിയുമ്പോ സെറ്റ് ആയി. അപ്പൊ കൂടെ വന്നോണ്ടേ പ്ലെയിനാ കാണിക്കുന്ന കേട്ടോ. എനിക്ക് പ്ലെയിൻ ഉണ്ട്. കളർ ബുക്ക് അപ്പുകുട്ടനും 3 കുട്ടനും ഒരുപോലത്തെ. ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാതെ 3 പേരും നല്ല കളർ അടിപൊളിയായിട്ട് ഞങ്ങൾ അപ്പൊ ചോക്ലേറ്റ് ഇഷ്ടംപോലെ തരും കേട്ടോ. അടിപൊളിയായിട്ട് കളർ അടിച്ച അടിപൊളി ചോക്ലേറ്റ്. അടിപൊളി നല്ല അടിപൊളി ഒരു മല കണ്ട ഫ്രണ്ട്സ് കൊള്ളത്തില്ലേ? നല്ലൊരു മല. യോ ചവിട്ടി പൊട്ടിക്കാതെ കൊണ്ട് വന്നേണ്ട കൊല്ലീടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനത്തെ മാലകളൊക്കെ ഇടും. ഞാൻ കണ്ടിട്ടുണ്ട് സാരിയുടെ കൂടെ ഒക്കെ. ഞാനാണെങ്കിൽ ഇതൊന്നും ഇടത്തില്ല. നല്ല രസമില്ലേ ചേട്ടാ? കൊള്ളത്തില്ലേ? നമുക്ക് കണ്ടില്ലെങ്കിലും മിണ്ടാം കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ ഇത് സംസാരിക്കാം. അങ്ങോട്ട് കൊള്ളാം. അടിപൊളിയായിട്ട് ചേരുന്നു. നല്ല ചേരുന്നല്ലോ. അപ്പൊ ഇനി നമുക്ക് എന്താ പരിപാടി? നമുക്ക് ഇനിയാണ് പരിപാടി. നമുക്ക് അതിലേക്ക് കിടക്കാം. നമുക്ക് ഡ്രസ് മാറാം. എല്ലാരും ദേ കളർ അടിച്ച് തുടങ്ങി ചോക്ലേറ്റിന് വേണ്ടിയിട്ട്. പൊന്നു എന്തുവാ അടിക്കുന്നേ? ഈ സാധനത്തിന്റെ പേരെന്തുവാ? മോട്ടു. എന്തുവാ അടിക്കുന്നേ? പേര് പറ. മോട്ടു ബബിളു. അതിലെ മോട്ടുവിനെ നമ്മള് കളർ അടിക്കുന്നത്. അത് നമുക്ക് പറക്കി എടുക്കാമല്ലോ. അടിപൊളിയായിട്ട് അടിക്കുന്ന ആൾക്ക് സമ്മാനമുണ്ട്. മേളിൽ പോയിട്ട് വരാണ്ണേ. അവരെ ബുദ്ധിമുട്ടിപ്പിക്കാതെ അങ്ങോട്ടും അവള് ഡ്രസ്സ് മാറാൻ പോകാൻ. നമ്മൾ കല്യാണത്തിന് പോയിട്ട് റിസപ്ഷന് പോയിട്ട് വന്നേ ഫ്രണ്ട്സ്. അപ്പൊ എന്നെ വിളിക്കുക വാടി ഡ്രസ്സ് മാറാൻ. കണ്ടോ ഫ്രണ്ട്സ് എന്നെ? കല്യാണി എൻ്റെ അടുത്ത് പറയാം യോ നിങ്ങൾ വരുവാന്നോ? ഞാൻ ഒന്നും ഒതുക്കി പറഞ്ഞില്ല. പക്ഷെ ഞാൻ വന്നപ്പോ എന്തോ നല്ല വൃത്തിയുണ്ട്. ഞാനായോണ്ട് അവർക്ക് ഒരു സീനില്ല. കണ്ട കിടക്കുന്നേ. അയ്യോ എന്റെ അലമാരി നീ കണ്ടാ നീ ബോധം കെടും. ഇത് പിന്നെയും വൃത്തിയുണ്ടടി. പാവ അമ്മ. എന്റെ അമ്മ ആയിരിക്കണം 4 ചീത്തയും വിളിച്ച് വേണമെങ്കിൽ മടക്കെന്ന് പറയും. ഈ വീട് നിങ്ങൾ എല്ലാരും കണ്ടിട്ടുള്ളതാ? ഇതേ കണ്ട അവക്കൊരു സൈക്കിളുണ്ട്. കാക്ക കുത്തി വെച്ചിട്ടുള്ളത്. നല്ല രസമുണ്ടടി. ഞങ്ങൾക്കും ഉണ്ട് ഇതുപോലത്തെ ഒരെണ്ണം ഗ്ലാസ് ഇടാൻ പുതിയ വീട്ടിൽ. ആന്ന് തുറക്കാൻ പോകണം. ഇതൊക്കെ നമ്മൾ കണ്ടതാ ഹോം ടൂറിൽ. നല്ല രസമുണ്ട്. ഇതുപോലുള്ള സ്ഥലം വേണോടി. ബാൽക്കണി എപ്പോഴും ഒന്ന് ഇരിക്കാനും.
വേണ്ടേ നല്ല കാറ്റ്, അവിടുന്ന് ഇങ്ങനെ കാറ്റടിക്കുന്നു കണ്ടോ ഫ്രണ്ട്സ്. ഞാൻ അണ്ണനോട് പറഞ്ഞ് കല്യാണിയുടെ വീടിന്റെ ടെറസിന് മണ്ട മൊത്തം ചെടിയാ, നമുക്കും അങ്ങനെ വെക്കണോന്ന്. അണ്ണ എന്നോട് പറയുവാനേ പൈപ്പ്, അണ്ണൻ പറയാം നീ ഒന്ന് അടങ്ങ, ആദ്യം പാല് കാച്ചിട്ട് പിന്നെ ചെടി വെക്കാം. എടി ഇതിനടിയില് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റണോ? ഒഴിച്ചു അകത്ത് വെച്ചാ പുറത്തിരിക്കാനേ ഇതൊക്കെ ആകെ സ്നേക് പ്ലാന്റ് കൊണ്ട് അതകത്ത് വെച്ചാ നന്നായിട്ടിരിക്കും. ബാക്കി എല്ലാം കാണും. പിന്നെ എല്ലാം വെള്ളം ഒഴിച്ചിട്ട് അടിയിലും മാറ്റി മാറ്റി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്, ഇല്ലയോ? ഓ എന്റെ ചേട്ടനെ ഇട്ട് കഷ്ടപ്പെടുത്തുള്ളൂ. കണ്ട നല്ല രസമുണ്ട്. എവിടെ ആയിരുന്നു നീ വീട് പണിയുന്നെന്ന് പറഞ്ഞ ഈ വീടല്ലയോ? ആ എന്നാ ഫോൺ വിളിച്ചപ്പോ കാട് വെട്ടാൻ വരുന്ന തെളിഞ്ഞ്. ഇവിടെ ആണ്ട പുതിയ അയൽക്കാര് വരുന്നു ഇവക്ക്. നല്ല അടിപൊളി ഒരു വീട് ആന്നോ? അപ്പോഴും പാല് കാച്ചാലും അവര് അങ്ങനെ പോവായിരിക്കും അല്ലേ? ഇതാണോ നീ പറഞ്ഞ ഗീത ചേച്ചി? അപ്പുക്കുട്ടനെ വീട്ടിൽ പിടിച്ചിരുത്തുന്ന ചേച്ചി. ഇവക്ക് നല്ല അയൽക്കാരാണ് ഫ്രണ്ട്സ്. കാരണം വെച്ചാല് ഇവളില്ലെങ്കിലും അപ്പുക്കുട്ട സ്കൂളിൽ നിന്ന് വന്നാൽ പിടിച്ചിരുത്തുകയും ഒക്കെ ചെയ്യും. പക്ഷെ നമുക്ക് അങ്ങനെയൊന്നും ഇല്ല. ടൗൺ ആയതുകൊണ്ട് ആരും അങ്ങോട്ടും ഇങ്ങോട്ട് പരിചയം പോലും ഇല്ല. ഷീജ ആന്റി, എന്റെ അമ്മയുടെ പേര് ഷീ ആന്റി. ആ ബാ, ഇനി ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. നീ ഡ്രസ്സ് മാറ്, ബാ മാറാം. ഓരോ ഇത് ബുദ്ധിമുട്ടില്ല, എല്ലാം തിന്നോന്ന് പറഞ്ഞു. അങ്ങനെ അവൾ എന്തൊക്കെയോ ഓർഡർ ചെയ്ത് എന്തായാലും കണ്ണടച്ചങ്ങ് തിന്നാണ്. അണ്ണന് ഇഷ്ടമുള്ള സംഭവമാണ് ഇതോ. മറ്റേത് പൊട്ടിപ്പോയി ചേട്ടാ. ദേ മക്കളൊക്കെ കളർ ചെയ്യുന്നു. ശുണ്ടരൻ എന്തോ ചെയ്തേ? ആണോ ഇതിനു മുമ്പ് ചെയ്ത കാണീര്? എന്തേ? ആ കൊള്ളാം, കള്ളന്മാര് കള്ളൻ. ആ ബബുലു, അടിപൊളി ബബുലു. മോനോട്ടന്നെ ബബുലുവിന്റെ ആ പൊന്നു. ആ അത് കാപ്പിപ്പൊടി. ആ പൊന്നു അടിപൊളി. ആ സാരമില്ല, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അടിക്കാം. ആ അടിപൊളി. മുട്ടായി വേണോ? തരട്ടെ? ആ ഓക്കെ. ഇത് ഫിനിഷ് ചെയ്യുമ്പോ ചോക്ലേറ്റ് തരും. എല്ലാ ചോക്ലേറ്റും കഴിക്കണം കേട്ടാ. ഇപ്പൊ കഴിക്കണ്ട, ഫുഡ് കഴിച്ചതിന് ശേഷം കഴിച്ചാൽ മതി. അതാണ് കല്യാണിയും ചോക്ലേറ്റ് മേടിച്ചു വെച്ച് കാണിക്കടി. ആ കിറ്റാറ്റ് എല്ലാം ഉണ്ട്, എല്ലാം തിന്ന് തല ഇറങ്ങും. അടിപൊളി. അത് ഫുഡ് കഴിച്ചിട്ട് കഴിക്കാം. അതെ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ കിറങ്ങിപ്പോകും. ഇത് നോണ്ട് അവിടോട്ട് വെച്ചോ. കല്യാണി ഓർഡർ ചെയ്ത ഫുഡെല്ലാം വന്നു. ഒരു പിസ്സ. കൈ കാണിച്ചു. ഇല്ല ചേട്ടനെ വീഡിയോ എടുക്കത്തില്ല, ചേട്ടന്റെ കൈ മാത്രമേ ഉള്ളൂ. ഇതെന്തുവായിരുന്നടി? പൊറോട്ട. ഒരു പിസ്സ കുഞ്ഞുങ്ങൾക്ക് മാത്രം. അതെന്തുവായിരുന്നു? പൊന്നൂസിന് 2 ആൺകുഞ്ഞുങ്ങൾ കളിക്കാൻ തുടങ്ങുമ്പോൾ അവൾ അങ്ങ് ഒറ്റപ്പെട്ട പോലെ. അതുകൊണ്ട് ഞങ്ങളുടെ ഇവിടെ റീൽസ് ചെയ്യുവാണ്. ഇതിന്റെ പേരെന്തുവായിരുന്നു ചേട്ടാ? ആ BDF, നമ്മുടെ ബീഫ് BDF. പിന്നെ വേണ്ട അൽഫാം. അയ്യോ അത് പൊട്ടിച്ചില്ല, പൊട്ടിച്ചിട്ട് കാണിക്കാം. നോക്കട്ടെ ടേസ്റ്റ് ഉണ്ടോന്ന്. അടിപൊളി. പിസ്സ തീർന്നു. പിസ്സ വളരെ പെട്ടെന്ന് തീർന്നടി. മതിയേ? പൊന്നൂന് കിട്ടിയില്ലയോ? ചാലല്ലേ പോട്ട്. അവർക്ക് കളിച്ച ക്ഷീണമായിരുന്നു ഫ്രണ്ട്സ്. ആണോ? അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറി. ഇതേ മോനുക്കുട്ടനും അപ്പുക്കുട്ടനും ആരോ ഡ്രസ്സ് മാറി. ഇതേ നമ്മുടെ പൊന്നൂസും ഡ്രസ്സൊക്കെ മാറിക്കൊടുത്തു. അണ്ണനും സീച്ചേട്ടനും സിറ്റൗട്ടി ഇരുന്ന് അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ ചർച്ച. കാണാം അടുത്ത യുദ്ധം നടക്കാൻ പോകുന്ന കാര്യമൊക്കെ ഭയങ്കര ചർച്ച. സത്യം പറഞ്ഞാൽ എപ്പോഴും ഞാൻ ആ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. ഇന്ന് ഇവിടെ എന്നെയും വീഡിയോ എടുക്കാൻ സമ്മതിക്കാം. നമുക്ക് സംസാരിക്കാം. ഞങ്ങൾ തമ്മിൽ ഫോൺ വിളിക്കുമ്പോൾ ഒരു 2 മണിക്കൂറായിട്ട് ഫോൺകാരാ കട്ടാക്കുന്നത് കേട്ടോ. അറിയുന്നത് സമയം 2 മണിക്കൂർ. പിന്നെ വേറൊരു കാര്യമുണ്ടേ, ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ഇവളൊരു കാര്യം പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഞാനും പറയും, ഞാനൊരു കാര്യം പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഇവളും പറയും. അതുകൊണ്ട് കണ്ടന്റിന് ദാരിദ്ര്യം. അത് തന്നെ, ഞങ്ങളുടെ 2 പേരുടെ സ്വഭാവം ഏകദേശം ഒന്നാണ്. വലാന്ന്. ഇപ്പൊ ഫുഡ് ഓർഡർ ചെയ്തിട്ട് വന്നിട്ടും ഞാൻ പറഞ്ഞു വാടി കളിക്കാന്ന്.
പ്രാന്തുണ്ട്. എന്റെ പിന്നെ അതിന് അമ്മയ്ക്ക് മുഴുവൻ പ്രാന്താണ്, കല്യാണ ചേച്ചിക്ക് കുറച്ച് അത് അവിടെ സോപ്പിട്ട് നിന്നോളും. അമ്മായി ഇനി നാളെ തൊട്ട് മതിയല്ലോ, ഇന്നൊരു ദിവസം ചേച്ചി മതി, അതുകൊണ്ട് സോപ്പിട്ട് നിന്നോളും. അപ്പൊ ഇനി നമ്മള് ഫുഡ് കഴിക്കാടി. ഇവർക്ക് അമ്മ വീട്ടിൽ ഉള്ളു പ്രാന്താണ്. ഇവർക്ക് ഒരു കുഞ്ഞു പിസ്സ വാങ്ങിച്ച് അവരതങ്ങ് കഴിച്ചേട്ടോ. ഇനി നമ്മള് ഫുഡ് കഴിക്കാൻ ഇനി കഴിക്കണ്ട. അതുമല്ല ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഇത്ര നേരം റീൽസ് ഒക്കെ പഠിക്കുമായിരുന്നു ഫ്രണ്ട്സ്. അങ്ങനെ സമയം അതും നടന്നില്ല. ഒരാൾ തെറ്റിക്കും അടുത്ത ആൾ തെറ്റിക്കും അങ്ങനെ. പക്ഷെ സമയം പോയത് അറിഞ്ഞില്ല. ഇപ്പൊ സമയം എത്രയാ കല്യാണി? സമയം എത്ര? 9:04. ഞങ്ങൾ എപ്പോഴാ വന്ന 7:45 ആയപ്പോ അല്ലയോ? അന്നേരം തൊട്ട് ഇന്നേരം വരെയും എങ്ങനെയൊക്കെയോ സമയം പോയി. നമുക്കിനി ഫുഡ് കഴിക്കാം. എങ്ങനെയുണ്ട് കളോ? ആണ്ട ഇത് വെളുത്തുള്ളി അച്ചാറ്. ഇതെന്തുവാ? ഇതോ അല്ല 2 ഫോൺ എടുത്തിട്ടെ ഇത് മൊത്തം കഴിക്കുവോ? കഴിച്ചില്ലെങ്കിൽ അത്താക്കി കൊടുക്കണം കേട്ടാ പകുതി. പൊന്നു മയോനൈസ് വേണോ? മയോനൈസ് അണ്ണ ഇരി, കല്യാണി ഇരിയടാ. അവർ രണ്ടുപേരും വയറ് നിറഞ്ഞെന്ന് തോന്നുന്നു. എന്താ വേണം? നിങ്ങൾ ഏത് റൂമിലാണ് കിടക്കുന്നത്? സലാഡ് വേണോ? സാലഡ് നോക്കിയാന്ന് എനിക്ക് തോന്നുന്നു. പ്ലേറ്റ് വെക്കണോ ചേട്ടാ? തിന്നത്തില്ലേ? ചട്നി വേണോ? അണ്ണേ ആ സൈഡിൽ ക്യാമറ ഉണ്ട്. കറി വേണോ മഞ്ഞോ? പൊറോട്ട വേണ്ടേ? അതെന്ത് പറ്റി? ചിക്കൻ വെച്ചുകൊടുക്കാന്ന് ഇവരെല്ലാം പഠിച്ചു. അല്ല അതുമല്ല, അവള് കല്യാണത്തിന് പോയിട്ട് വയറൊക്കെ ഡുമ്മെന്നായി വന്നിട്ട് അവക്കും ഒരു പൊറോട്ട കഴിച്ചുള്ളൂ. ഭയങ്കര ഇതും അതുമല്ല, നമുക്ക് വർത്താനം പറയാനും പറ്റത്തില്ല. അവള് ഓരോ വർത്താനം പറയാം. അണ്ണേ ഒന്ന് വിളിച്ചു നോക്കവരെ. എടി രുചിക്ക് എന്നാന്ന് പറഞ്ഞ പോകുമ്പോ കടയിൽ പോയി ചോദിക്കും വെള്ളച്ചോറ് തന്നെ. ഒന്നും പറഞ്ഞില്ല. അപ്പം മുത്തുമണി ഫുഡൊക്കെ കഴിച്ചത് ഫുള്ളായി. അപ്പം നമ്മൾ ഇനി ഉറങ്ങാൻ പോവാണേ. അതിന് മുമ്പ് എല്ലാവരുമായിട്ട് കുറച്ച് നേരമൊക്കെ മിണ്ടിയും പറഞ്ഞും കൊച്ചുവർത്താനൊക്കെ ഇരുന്ന് പറയാം. കാരണം കുറേ നാൾ കൂടിയല്ലേ കാണുന്നത്. അന്ന് പെരുന്നാളിന് ശേഷം പിന്നെയാണ് ഞാനും കല്യാണിയും കാണുന്നത്. ഫോൺ വിളിക്കുമെങ്കിലും നമ്മൾ കാണുന്നത് പിന്നെ ഇപ്പോഴാണ്. വീഡിയോസും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കാണും. വീഡിയോ കോളായാലും നമുക്ക് നേരിട്ട് സംസാരിക്കുന്നതിൻ്റെ ആ ഒരു ഇത് കിട്ടത്തില്ല. അപ്പം പിന്നെ ഇനി പാതിരാത്രി ഒരു 12-1 മണി വരെയൊക്കെ വർത്താനൊക്കെ പറഞ്ഞിരിക്കാം. എന്നിട്ട് ഇനി നമുക്ക് നാളത്തെ വിശേഷങ്ങൾ കാണാമേ. രാത്രി കുട്ടീസും ചേട്ടന്മാരൊക്കെ സംസാരിച്ചപ്പോൾ ഞാനും കല്യാണിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് ജോലിയൊക്കെ പെട്ടെന്ന് ഒതുക്കി കേട്ടോ. സത്യം പറഞ്ഞാൽ കല്യാണിയുടെ വീട്ടിൽ പോയിട്ട് വന്നതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കത് മനസ്സിലായി കാണും. എൻ്റെ സ്വരമൊക്കെ മാറി തൊണ്ടയൊക്കെ അടച്ചു കേട്ടോ. 2 മണി 3 മണി വരെ ചർച്ചയും ബഹളവും പോയാൽ എങ്ങനെ തൊണ്ട അടയ്ക്കാതിരിക്കും. അങ്ങനെ ശബ്ദമൊക്കെ പോയി കേട്ടോ. എന്തായാലും നല്ല രസമായിരുന്നു. രാത്രി ഉറക്കം വരുന്നേ ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ 2 പെൺകുഞ്ഞുങ്ങൾ ചേർന്നാലുള്ള അവസ്ഥ പറയണ്ടല്ലോ. ഭയങ്കര ചർച്ചയായിരുന്നു. എന്തോ ഭയങ്കര രസമായിരുന്നു കേട്ടോ. പിന്നെ ഒരു വിധത്തിലാണ് നമ്മുടെ പൊന്നൂസിനെയും മോനുടനെയും മേളത്തെ റൂമിൽ കൊണ്ടുവന്ന് കിടത്തി കേട്ടോ. സമയം 2 മണി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അണ്ണനും ചർച്ചയൊക്കെ കഴിഞ്ഞ് കയറി വന്നു. കല്യാണിയെ ഞാൻ കുത്തിപ്പൊക്കിയാണ് ഉറങ്ങാൻ വിട്ടത്. മതിയടി ഉറക്കം വരുന്നു, പോയി ഉറങ്ങാൻ. അപ്പുക്കുട്ടൻ തന്നെ രാവിലെ എണീറ്റ് വന്നേ. പല്ലേച്ച് കുളിക്കാം. വാ പൊന്നു പല്ലേര്. അവരെ ബോധം കെടുത്താതെങ്കിൽ വാ. ഗുഡ് മോർണിംഗ് മുത്തുമണീസ്. ഞാൻ രാവിലെ എണീറ്റ് കുളിച്ച്
അണ്ണൻ ഇപ്പോഴാണ് എണീറ്റത്. പൊന്നൂസ് ദേ എണീറ്റു. മോനൊക്കെ നല്ല ഉറക്കട്ടെ. എനിക്കെന്തോ വീട് മാറിക്കിടന്നുണ്ടാകുന്നത് ഇടയ്ക്കിടയ്ക്ക് രാത്രി എനിക്കത്. ഞാൻ ഇങ്ങനെ ടൂർ പോയാലും ഇങ്ങനെയാണ് കേട്ടോ, എനിക്ക് ഉറക്കം വരത്തില്ല. കല്യാണി ഉറക്കമാണ്. അപ്പക്കുട്ട എണീറ്റു. ചേട്ടൻ രാവിലെ എണീറ്റു. ചേട്ടൻ ഈ മറ്റേ ഞാൻ എഴുന്നേറ്റപ്പോൾ ചേട്ടൻ എണീറ്റു കേട്ടോ. ഈ പൊന്നെ വീട്ടു വാ, പല്ല് വെച്ചിട്ട് വാ. ചേട്ടന് ഡ്യൂട്ടിക്ക് പോയി രാവിലെ എണീറ്റ് ശീലമായതുകൊണ്ട് രാവിലെ എണീറ്റു. അപ്പോൾ ഇനി നമുക്ക് താഴോട്ട് പോകാം. സത്യം പറഞ്ഞാൽ ഇന്നലെ നല്ല രസമായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ ഒക്കെ ഓഫാക്കി കഴിഞ്ഞു. ഇവിടെ ഉറങ്ങിയില്ല. വർത്തമാനമൊക്കെ പറഞ്ഞു ഇരുന്നു കേട്ടോ. എന്തോ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ മോനുകുട്ടനെ അപ്പക്കുട്ടനെ ഇടയ്ക്ക് വെച്ച് വഴക്കിട്ട് പിണങ്ങി. കുഞ്ഞുങ്ങളല്ലേ, ആ ഒരു സീനേ ഉള്ളായിരുന്നു. ബാക്കി എല്ലാം രസമായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചതുമല്ല. ഇവിടെ ഇങ്ങനെ നിൽക്കുമെന്ന് ഒന്നും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് പൊന്നോ ആ കവർ ഇരിപ്പുണ്ട് അവിടെ. ഇങ്ങനെ സന്തോഷമായി. പിന്നെ എന്താ പറയുക, ഞാനിപ്പോൾ മനസ്സിൽ ആലോചിക്കും, അയ്യോ ഇപ്പോൾ ഒരു റീൽ എടുക്കാം എന്നിങ്ങനെ ആലോചിച്ചാലും ഞാൻ അയ്യോ വേണ്ട, മനസ്സിൽ എനിക്ക് പറയാൻ ഒരു ഇതായിരിക്കും. പക്ഷെ അവൾ എനിക്ക് കൊച്ചേ റീൽ എടുക്കുന്നില്ലേ എന്ന്, കാരണം നമ്മൾ ചിന്തിക്കുന്നത് അതേപോലെ പറയും. അങ്ങനെ ഒരു ഫ്രണ്ടിനെ കിട്ടിയ ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങളുടെ രണ്ടുപേരെയും ഏകദേശം ഒരേ സ്വഭാവം, വല്ലാതെ അപ്പോൾ എന്നും അത് നിലനിൽക്കണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുശുമ്പോ അങ്ങനെ ഒന്നുമില്ല. ഇപ്പോൾ എനിക്ക് ഒരു കാര്യം അറിയത്തില്ല, അവളത് അതുപോലെ പറഞ്ഞ് കാണിച്ചു തരും. അവൾക്കൊരു പ്രൊമോഷൻ വന്നാൽ എനിക്കിത് കിട്ടിയില്ലെങ്കിൽ അവളത് എനിക്ക് തരും, പിടിച്ചു തരും. അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹമുണ്ട്. നമുക്ക് പരസ്പരം ഒരു കുശുമ്പോ ഇത് എന്നാൽ ഒരിക്കലും അത് നിലനിന്ന് പോകത്തില്ല. അതെനിക്ക് മുമ്പ് അനുഭവമുണ്ട്. ഇത് എനിക്ക് ഒരുപാട് എന്താ പറയുക സന്തോഷം തരുന്നുണ്ട് ഈ ഒരു സൗഹൃദം. പഠിച്ചവനെ നിലനിർത്തി തരണേ എന്നുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ദിവസം നമുക്ക് അടിച്ച് പൊളിക്കാം. അപ്പം ഞാൻ താഴെ പോട്ടെ, അടുക്കളയിൽ പോയി ചായക്കിട. അവൾ എണീറ്റെന്ന് തോന്നുന്നു, കല്യാണി ചേട്ടൻ വിളിച്ചെണീറ്റ്. മോനക്കുട്ടൻ നല്ല ഉറക്കം കേട്ടോ, കാണിച്ചു തരാം. അണ്ടേ നല്ല ഉറക്കമാണ് മോനോട്ടെ. ഞാനിപ്പോൾ കുളിച്ചതേ ഉള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് മുടി ഇങ്ങനെ ഇട്ടേക്കുന്നത്. പൊന്നൂന് ബ്രഷ് വേണോ? എടുത്തു തരാം. ഇവിടെ ഇറങ്ങി ചെന്നാൽ ഇന്നലത്തെ പൊന്നൂസിൻ കുഞ്ഞുങ്ങളുടെ കളിയുടെ ബഹളമാണ് ഈ കാണുന്ന മൊത്തം. എരിച്ച് പറക്കി വാലാചേല. അയ്യോ കല്യാണി സുന്ദരി, നാണം കെടുത്തു ഞാനോളെ. പാവല്ലേ പൊക്കോട്ടേടി, ചായ ഇടണ്ടേടി. എനിക്കറിയാം, പാലെടുത്തുക. അപ്പുക്കുട്ടനും മോനുകുട്ടനും ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാകും. ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര കൂട്ടാണ് കേട്ടോ. അങ്ങനെ അവർ സൈക്കിൾ കളിക്കാനൊക്കെ പോയതൊക്കെ പൊന്നൂസ് അങ്ങ് മാറി. അങ്ങനെ പൊന്നൂസ് ഞങ്ങളുടെ കൂടെ അടുക്കളയിലും കൂടി. രാവിലെ ചപ്പാത്തിയും ചിക്കൻ കറിയാണ്. ചിക്കൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെള്ളത്തിലിട്ടു. അങ്ങനെ കല്യാണി ഇതേ ചപ്പാത്തിക്കുള്ള മാവ് കുഴയ്ക്കുകയാണ്. അതിനിടെ ഞാനും കയറി അടുക്കളയിൽ കിടന്ന് വരവാനായിട്ട് ഞാൻ ഇതേ സവാളയൊക്കെ അരിയാൻ തുടങ്ങി. പിന്നെ അതിനിടയിൽ നമ്മുടെ കൊച്ചു വർത്താനങ്ങളും വിശേഷങ്ങളും നമ്മുടെ വീഡിയോസിൽ വരുന്ന നെഗറ്റീവ് കമൻറ്റിനെ പറ്റിയുള്ള ചർച്ചകൾ, അങ്ങനെ ഞങ്ങളുടെ ചർച്ചകൾ അങ്ങ് നീണ്ടു. സിറ്റ് ഔട്ടിൽ അണ്ണനും കല്യാണിയുടെ ചേട്ടനും തമ്മിൽ ഭയങ്കര ചർച്ചകളാണ്. അണ്ണൻ വീട് വെക്കുന്നതിൻ്റെ കാര്യങ്ങളും കാറിൻ്റെ കാര്യങ്ങളും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാർ സർവീസ് ചെയ്ത കാര്യങ്ങളും. പിന്നെ ആണുങ്ങൾ ചേർന്നാൽ എന്തായിരിക്കും നമുക്ക് ചിന്തിക്കാം, പെണ്ണുങ്ങൾ ചേർന്നാൽ എന്തായിരിക്കും നമുക്ക് ചിന്തിക്കാമല്ലോ. പണ്ടത്തെ പഴഞ്ചൊല്ലുകളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഇവിടെയും ചർച്ച, പുറത്തും ചർച്ച. നമ്മുടെ കുട്ടീസൊക്കെ ഭയങ്കര കളിയിലാട്ടോ. വലിയ കുട്ടി, ചെറിയ 3 കുട്ടികൾ. ഇവർ രണ്ടുപേരും ചേരത്തേ ഇല്ല കേട്ടോ. ഇവർ രണ്ടുപേരും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കവും വഴക്കും ബഹളമാണ്. എന്ത് ചെയ്യാനാന്ന് പറയാം. പക്ഷെ രാവിലെ നമ്മുടെ അവിടുത്തെ പോലെ മഴക്കോളോ അങ്ങനെയൊന്നുമില്ല, നല്ല വെയിലാണ്. ഓരോരുത്തരെ ഓരോ വട്ടം വെച്ച് കളിക്ക്. നീ ഒരു കാര്യം ചെയ്യും, ഞാൻ പറയട്ടെ. ഞാൻ പറ്റിയ ശരിയാകത്തില്ല. ഞാൻ പറ്റിയ കൃത്യമായിട്ടുള്ള വട്ടം കിട്ടത്തില്ല. ഈ കറി വെക്കട്ടെ, ഞാൻ വെക്കാം. എല്ലാം നീ ചെയ്താൽ പിന്നെ ഞാൻ ഇങ്ങനെ വെറുതെ നിൽക്കാൻ പറ്റില്ല. അവിടുന്ന് വന്നിട്ട് ഇതല്ല തട്ടിക്കൂട്ട് ചിക്കൻ കറിയാണെന്ന് കൂട്ടി. ഒരു ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഇടാതെ ചുമ്മാ ചിക്കൻ കറി ഇപ്പൊ കഴിച്ചതാ. കല്യാണി ചിക്കൻ കറിയിൽ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഇടണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ ഞാനെടുത്ത് ചുരണ്ടി പെട്ടെന്ന് മിക്സിയിൽ അടിച്ചെടുത്ത് സെറ്റാക്കി. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമാണ് സ്ലോ എന്ന്. ഇപ്പം എനിക്ക് സന്തോഷമായി. കല്യാണിയും കുറച്ച് സ്ലോ ആണ് കേട്ടോ. നമ്മൾ വീഡിയോയിൽ അവളെ സ്പീഡിൽ ഇടുന്നതാണ്, എൻ്റെ അത്രയും സ്പീഡേ ഉള്ള അവൾക്കും. അങ്ങനെ ദേ സവാളയൊക്കെ വരട്ടി ഇങ്ങനെ വരുന്നു. ചിക്കൻ ബോൺലെസ് ചിക്കനാണ് അവളെ വാങ്ങിച്ചത്. ആദ്യം ഞാനത് ഈ നമ്മുടെ ചൂരമീനൊക്കെ കണ്ടിക്കുന്ന പോലെ ഞാൻ കട്ട് ചെയ്തെടുത്തു. പിന്നെ അവൾ എന്നോട് പറഞ്ഞാൽ അങ്ങനെയല്ല കട്ട് ചെയ്യേണ്ടത്, ചിക്കൻ നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കാണിച്ചൊക്കെ തന്നു. നമുക്ക് കാപ്പി കുടിക്കുമ്പം കെട്ടിയന്മാരോട് ആലോചിക്കാം.
ഞാൻ ഇങ്ങനെ എളുപ്പപ്പടി ഇല്ലേ പിന്നെ നനയാത്ത സ്പൂൺ എടുക്കണം. പൊന്നൂസ് ചപ്പാത്തി പരത്തി കളിക്കുവാണ്. അവളവിടെ ചപ്പാത്തി അല്ല മാപ്പ് ഉണ്ടാക്കുക, ഗൂഗിൾ മാപ്പാ പല രീതിയില്. പക്ഷെ കല്യാണി വരച്ചത് കറക്റ്റ് റൗണ്ട് ഒക്കെ വന്ന്. ആണോ? ആമ്പിള്ളാരും സൈക്കിൾ ഇടുമ്പോ പൊന്നൂസ് മാറി. ഇനി കല്യാണിക്ക് ഒരു പെൺകുഞ്ഞുണ്ടായിട്ട് വേണം പൊന്നൂസിന് കൂട്ടാക്കാൻ. പൊന്നൂസിനെ എടുത്തോണ്ട് നടക്കാൻ ഇനി എനിക്കൊരു കുട്ടിയെ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ നീ ഒരു കുഞ്ഞിനെ കൊടു, അവൾ എടുത്തോണ്ട് നടക്കട്ടെ. ഇവക്ക് ഭയങ്കര ഇഷ്ടമാടി. ഏതെങ്കിലും കല്യാണ വീട്ടിൽ ചെല്ലുമ്പോ ഒരു കുഞ്ഞിനെ കണ്ട എന്നോട് പറയും, അമ്മ ഞാൻ ഒന്ന് എടുത്തോട്ടെ എന്ന് അവരോട് ചോദിക്കുവോ. ഞാൻ 2-3 വട്ടം അവരുടെ മുഖത്ത് നോക്കും. ചിരിക്കാൻ അവര് മൈൻഡ് ചെയ്യാത്തപ്പോ ഞാൻ പറയും, മോനെ നമുക്ക് ഒരു പരിചയമില്ലാത്തവരോട് ഞാൻ എങ്ങനെ ചോദിക്കും. പിന്നെ കാറി കയറി കെറിച്ചൊക്കെ ഇരിക്കും. അവക്ക് ഇങ്ങനെ എടുത്തോണ്ട് ചിലര് തരത്തില്ല. പിന്നെ നമ്മള് ചോദിച്ചിട്ട് അണ്ണൻ പറയും, അമ്മ ചോദിച്ച് നാണം കിടന്നോടി എന്ന് ചോദിക്കും. അവർക്ക് നമ്മളെ അറിയത്തില്ല, നമുക്ക് അവരെ അറിയത്തില്ല. അവരുടെ കൊച്ചിനെ നമ്മുടെ കയ്യിൽ തരുവോ? അവരിലേക്ക് നമ്മൾ തട്ടിക്കൊണ്ടു പോകാനാണ്. അതെ, മാത്രമല്ല ഇപ്പോഴത്തെ കാലത്തെ വിശ്വസിച്ച് കൊടുക്കാനും. അപ്പൊ കല്യാണി അടുത്തൊരു കുഞ്ഞുവാവേ പൊന്നൂസ് എടുത്തോണ്ട് നടന്ന് വളർത്തും. സത്യമാ, ഇവിടെ കൊണ്ടുവന്ന് നിർത്തും. കേട്ടോ മോനെ, സ്കൂൾ അടയ്ക്കുന്ന സമയത്ത് ആ കുഞ്ഞുവാവയാവുന്നെങ്കിൽ പൊന്നൂസ് ഇവിടെ നിന്ന് അത് തന്നെ ഇവളെ എടുത്തോണ്ട് നടന്നോളും. അമ്മ പരത്തട്ടെ പൊന്നു? ഓ എന്നാ പരട്ടി. അങ്ങനെ നമ്മുടെ ചപ്പാത്തി ചിക്കൻ കറി റെഡി. പച്ചമണം മാറട്ടെ. ചപ്പാത്തി ഉണ്ടോ? അവളുടെ ചപ്പാത്തി എന്റെ ചപ്പാത്തി ഇത്തിരി വ്യത്യാസമുണ്ട്. ഇവിടെ തൊട്ടെ, ഇവിടെ കട്ടി കൂടുതൽ, വേവുമ്പോ വ്യത്യാസം വരും. മനസ്സിലായ? പടി, ഇതൊക്കെ പടി. ഇച്ചു കൂടെ കഴിയുമ്പോ അമ്മ അടുക്കളയിൽ നിന്ന് മാറി വിശ്രമിക്കും. ഞാൻ അവിടെ പോയി നോക്കിയിട്ട് ഇതാ വരുന്നടി. ഈ മോനുകുട്ടനും അപ്പുകുട്ടനും റോഡിൽ ഇറങ്ങി സൈക്കിളിൽ കളിക്കുക. മക്കളെ, സൈക്കിൾ കൊണ്ട് കയറ്. ആണോ? നിങ്ങൾ പൊന്നൂസിനെ എന്തുവാ? അവക്ക് കയ്യിൽ മുള്ളു കൊണ്ടെന്ന്. ഞാനോ? കൊള്ളാം. ഇവിടെ ആകുമ്പോൾ വലിയ നമ്മുടെ വീടിൻ്റെ അവിടുത്തെ പോലെ പ്രശ്നമല്ല ഫ്രണ്ട്സ്. കാരണം ഇങ്ങനത്തെ റോഡായതുകൊണ്ട് ഒരുപാട് വണ്ടികൾ വരത്തില്ല. നമ്മുടെ അവിടെ മെയിൻ റോഡ് ആയതുകൊണ്ട് കുഞ്ഞുങ്ങളെ പേടിച്ച് നമുക്ക് ഇറക്കാൻ ഒക്കത്തില്ല. തുരുതുരാ വണ്ടിയില്ലേ. ഇത് ഇങ്ങനത്തെയാണ് നല്ലത്. കാരണം സൈലന്റ് ഏരിയ, അവർക്കും അവരുടെ ഫ്രീഡത്തിന് കളിക്കാം. ഇരിക്കുവാണ്. ഒരു ചോട്ടനെ കാണിക്കാം, മറ്റേ ചോട്ടനെ കാണിക്കുന്നില്ല. വീടും കാറും ചർച്ച ചെയ്തു. ഇപ്പൊ ചപ്പാത്തിയും കറിയും തരാം. നല്ല മക്കളായിട്ട് ഇരുന്നാ നമുക്ക് ബീച്ചിൽ പോവാം. കടിക്കാടാ. മക്കളെ, മഴയാ. അപ്പൊ കുട്ടാ ഹായ്. സ്പൈഡർമാനാണോ നീ? മൂന്നുട്ട് ആര്? ഫാൻറ്റോ? പിന്നെ ശിവയോ? ഏയ് ശിവ? ഓ, മൊട്ട ശിവയോ? കാട്ടൂല ശിവ. ഞാൻ ചോദിച്ചു മറ്റേ മൊട്ട ശിവയാണ്. അങ്ങനെ 10:30 ഫുഡായി. അതെ, സമയം കണ്ടോ ഫ്രണ്ട്സ്? കറക്റ്റ് ആണ്. 11 മണിയാവാൻ 5 മിനിറ്റ്. അയ്യോ, എടുത്തു കൊടുക്കാം. എടുത്തു തരാം. ഇങ്ങനെ എങ്ങനെയാ? എടുത്തു തരാം. ആണ്ടേ, അടിപൊളി ചിക്കൻ കറി ആട്ടോ ഫ്രണ്ട്സ്. ഞാൻ ടേസ്റ്റ് നോക്കി. കല്യാണിയുടെ അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ കറിയാ. ഞാൻ വെക്കുന്ന പോലെ ആപ്പൂപ്പല്ല. പക്ഷെ ഇവള് പറയാ അവളെ തട്ടിക്കൂട്ടിയാണ്. പക്ഷെ നല്ല കറി. നിനക്ക് അങ്ങനെയൊക്കെ പറയാം. അടിപൊളി കറി. എനിക്ക് പിന്നെ ഞാൻ എപ്പോഴും വെക്കുന്ന ആയതുകൊണ്ടായിരിക്കാം നീ വെച്ചപ്പോ നല്ല ടേസ്റ്റ്. പോട്ട് സാരമില്ല. സലാഡ് ചേട്ടന്റെയാ. മക്കൾക്ക് വേണോ? അപ്പുകുട്ടൻ എന്താ വെള്ളോ? എടി പൊറോട്ട എടുത്തോണ്ട് വാ.
ഇന്നലെ നമ്മൾ മേടിച്ച പൊറോട്ട ബാക്കിയുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അപ്പം അത് ആവി ഏറ്റിയെടുത്തു. ഭയങ്കര ബഹളം. ആ തരാം, കറിയൊക്കെ തരാം അണ്ണേ. സോറി, പൊറോട്ട ഇങ്ങിതാ, ഈ എയർപ്ലെയിൻ ഇങ്ങിതാ ചേട്ടാ, ഇരി കഴിക്ക്. വേണ്ടേ, ഇതും കൊണ്ട് നടക്കുക. എടി പൊറോട്ട വെള്ളം. യോ അപ്പുക്കുട്ടനായത് മറന്നുപോയി. കല്യാണിയുടെ ചിക്കൻ കറി അടിപൊളി ഇല്ലയോ? ഞാനും പറഞ്ഞു ചിക്കൻ കറി അടിപൊളിയാണ്. അവള് പറയാൻ തട്ടിക്കൂട്ടാണ്. നല്ല ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി. ഞാൻ ഇത്ര നന്നായിട്ട് ഉണ്ടാക്കത്തില്ല, അതാ പറയുന്നേ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. അടിപൊളി. പൊന്നു കൊള്ളാമോ? കൊള്ളാമോ പൊന്നു? അടിപൊളി. മോനുകുട്ടൻ ഇഷ്ടമായോ? അപ്പുക്കുട്ടനോ? അപ്പുക്കുട്ടൻ പിന്നെ എന്നും കഴിക്കുന്നില്ല. അപ്പം ദേ ഫ്രണ്ട്സ്, നമ്മൾ ഇറങ്ങുവാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ബീച്ചിൽ പോകാൻ പോകാം കേട്ടോ. ഇന്നലെ രാത്രി ഇവിടെ എല്ലാവരും കൂടി ഇരുന്ന് പ്ലാൻ ചെയ്തേ ബീച്ചിൽ. പക്ഷേ ഞങ്ങൾ വീട്ടിൽ നിന്ന് വരാൻ നേരം വരും. ഞങ്ങൾ വീട്ടിൽ നിന്ന് പ്ലാൻ ചെയ്ത് വന്നതെന്ന് വെച്ചാൽ നമുക്കിവിടെ ഇന്നത്തെ ദിവസം അടിച്ചു പൊളിച്ചിട്ട് രാവിലെ അങ്ങ് പോകണമെന്നാണ്. അതുകൊണ്ട് ഞാൻ വേറെ ഡ്രസ്സൊന്നും എടുത്തുകൊണ്ട് വന്നില്ല. കുഞ്ഞുങ്ങൾക്കും ഇങ്ങോട്ട് ഇട്ടുകൊണ്ട് വന്നതേ എടുത്തുകൊണ്ട് വന്നുള്ളൂ. പിന്നെ ഇവിടെ കളിക്കുമ്പോൾ കുഞ്ഞുങ്ങളല്ലേ അഴുക്കാവെന്ന് പറഞ്ഞ് വീട്ടിലിടുന്ന 1-2 ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നു. അപ്പം ഞങ്ങൾ ഇന്നലെ ഇട്ട അതേ ഉടുപ്പ് തന്നെയാണ് കേട്ടോ. വീട്ടിലിടാനേ എടുത്തുകൊണ്ട് വന്നുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ബീച്ചിൽ പോന്നു എന്ന് പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ കുഞ്ഞുങ്ങൾക്കും ഓരോ ജോഡി, എനിക്കും ഓരോ ജോഡി എടുത്തുകൊണ്ട് വരായിരുന്നു എന്ന്. എന്തായാലും പറ്റിയില്ല, സാരമില്ല. അപ്പോൾ നമ്മൾ പോവാം. നമ്മൾ നമ്മുടെ കാറിലും അവരവരുടെ കാറിലും ആയിരുന്നത്. കാരണം വെച്ചാൽ കല്യാണിക്ക് പിന്നെ വേറെ ഡ്രസ്സൊക്കെ എടുക്കാൻ പോകണം. അതാകുമ്പോൾ നമ്മൾ അവരെ തിരിച്ചു കൊണ്ടാക്കണ്ട. അവരവരുടെ കാറിൽ ഡ്രസ്സൊക്കെ എടുക്കാൻ പോവും. നമുക്ക് നേരെ പുനലൂരും പോവാം. ഇവിടെ എന്താ, നിങ്ങൾ ഇത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ സംഭവത്തിന്റെ പേര് എനിക്കറിഞ്ഞൂടെ. ഇവിടെ കളിയും ബഹളമായിരുന്നു. മോനുകുട്ടാ, നീ ഒരുങ്ങി നിൽക്കുക, ഇനി കാലി ചെളിയാവും. അപ്പുക്കുട്ടൻ ഹായ്. അപ്പൊ ഇവിടൊക്കെ ചെളിയായി. ഇവരൊക്കെ റോട്ടിൽ കൊണ്ട് ഇട്ട് ചെളിയാക്കി. പൊന്നൂസിനെ ദേ ഇന്ന് കല്യാണി ചേച്ചിയാ ഒരുക്കിയത്. കല്യാണി ചേച്ചിയാ ഒരുക്കിയെന്ന് പറ. ഇത് കല്യാണി ചേച്ചി ഒരുക്കി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് മറ്റുള്ള ഗ്ലോ കിട്ടുന്ന അതൊക്കെ തന്നു, ക്രീമൊക്കെ ഇട്ട് തന്നു. അപ്പൊ ഞാനിത് ഓടിച്ചു കാണിക്കാം. അമ്മ ഏതാ ഓടിക്കാം? പോന്നാ സ്പീഡി. കൊള്ളാം. ചേച്ചിയൊക്കെ വിളി, വാ പോവാന്ന് പറ. അവളെപ്പോ ഒഴുങ്ങാൻ കയറിയതാണെന്നറിയാവോ? ഇത്ര നേരം എടുത്തു. ഇടുന്ന ഡ്രസ്സ് ഒന്നും അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ഇതും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ പിന്നെ പറഞ്ഞു എടി ഇറങ്ങടി, ഈ ലിപ്സ്റ്റിക്കും ക്രീമൊക്കെ അവളെ തന്നെ കേട്ടോ. കൊള്ളാം, നല്ല രസമുണ്ട്. ഇല്ല അങ്ങനെ ഒരു വിധത്തിലാണ് ഞാൻ കല്യാണിയെ കുത്തി പൊക്കിയത്. അവളെ ഞാൻ ഉച്ച ആയപ്പോൾ തൊട്ട് ഒരുങ്ങടി. അവൾ പറയും കുറച്ചുകൂടെ കഴിഞ്ഞ് പോകാം, നമുക്ക് സംസാരിക്കാടി എന്ന് പറഞ്ഞ് സമയം കളഞ്ഞു. അങ്ങനെ ഇതാണ് നമ്മുടെ കല്യാണി റീൽസിലൊക്കെ കാണിക്കുന്ന ഈ പാടം കേട്ടോ. ഇവിടെ വന്ന് നിന്നാണ് അവൾ സാരിയൊക്കെ കൊടുത്ത് വീഡിയോസ് എടുത്തത്. അങ്ങനെ നമ്മൾ ചേട്ടൻ്റെ വീട് വഴിയാണ് പോകുന്നത്. അപ്പോൾ ചേട്ടൻ്റെ വീട്ടിൽ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദേ ചേട്ടൻ്റെ വീട്ടിലിറങ്ങി. സത്യം പറഞ്ഞാൽ വീഡിയോസിലും റീൽസിലും കാണുന്ന പോലെ തന്നെയാണ് കേട്ടോ. ചേട്ടൻ്റെ അമ്മയും ചേച്ചിയൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. സത്യം പറഞ്ഞാൽ കല്യാണിയുടെ ഭാഗ്യമാണ് കേട്ടോ. പാവം ഒരു അമ്മയും ചേച്ചിയാണ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ ഫുഡ് കഴിക്കാൻ വന്നു. ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയം 4:20 കേട്ടോ. റെസ്റ്റോറൻറ്റിൽ വന്നപ്പോൾ 4:20. ഞാൻ പറഞ്ഞു അടുക്കളയിൽ കിടന്ന് ഒരുപാട് സമയം കളയണ്ട, അവളും ഞാനും തമ്മിൽ സംസാരിച്ച് സമയം കളയുന്നുണ്ട്. അപ്പം പിന്നെ കുക്ക് ചെയ്യേണ്ടടി, നമുക്ക് ഉച്ചയ്ക്ക് പുറത്ത് പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉച്ചയായി, വൈകുന്നേരമായി, 4:20. ഒരുങ്ങി ഒന്ന് ഇറങ്ങണ്ടേ, വർത്തമാനം പറഞ്ഞ് വെറുതെ ഈ സമയം കളഞ്ഞു. പിന്നെ ഹോട്ടലിൽ വന്നപ്പോഴത്തേക്ക് അവിടെ സ്ഥലമില്ലായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ വർത്തമാനമൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞിരുന്നു. ലാസ്റ്റ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് അവർ നമുക്കൊരു സീറ്റ് പിടിച്ച് തന്നു. അവിടെ വന്നും ചർച്ച തീരുമോ? ചർച്ച. എന്തായാലും ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞുങ്ങൾ ഹാപ്പി. പിള്ളേരാകുമ്പോൾ പിന്നെ അങ്ങനെയാണല്ലോ. ഞാനിതിൻ്റെ അപ്പുറമായിരുന്നു. ഞാൻ പണ്ട് ഭയങ്കര വഴക്കാളിയായിരുന്നു. പക്ഷേ ഇവർ മനസ്സിൽ വയ്ക്കൂല. 5 മിനിറ്റ് വഴക്ക് കഴിഞ്ഞിട്ട് എടാ വാടാ എന്ന് പറഞ്ഞാൽ അടുത്ത 5 മിനിറ്റ് അവരൊന്നായി. അതുകൊണ്ട് ഞങ്ങളതൊന്നും മൈൻഡ് ചെയ്യാൻ നിന്നില്ല. ഞങ്ങളുടെ ലോകത്തായിരുന്നു. അങ്ങനെ ഒരുപാട് നാൾ കൂടി ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു ഫ്രണ്ട്സ്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ സന്തോഷം മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷമായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ വന്നു. നമ്മൾ ഹാഫ് മന്തിയും വാങ്ങിച്ചു. പിന്നെ വേറെ ഒരു റൈസ് വാങ്ങിച്ചായിരുന്നു, അതിൻ്റെ പേര് എനിക്കറിയത്തില്ല. പിന്നെ പൊന്നൂസിനും മോനുകുട്ടനും അപ്പുക്കുട്ടനും പിസ്സ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പിസ്സയും വാങ്ങിച്ചു. കല്യാണി സംസാരിക്കാതിരിക്കുന്ന ഒരേ ഒരു സമയം ഈ ഫുഡ് കഴിക്കുന്ന സമയത്താണ് കേട്ടോ.
ഞാനാണെങ്കിൽ കിടന്ന് അലക്കുകയും വലാന്ന് സംസാരിക്കുകയും ചെയ്യും. പക്ഷേ ഫുഡ് കഴിക്കുമ്പോൾ അവൾ ഭയങ്കര ഡീസൻ്റാണ്, സംസാരിക്കത്തില്ല. ഞാൻ ചോദിക്കും എന്താടി മിണ്ടാതിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഫുഡ് കഴിക്കുമല്ലേടി, ഫുഡ് കഴിക്കുന്ന സമയത്ത് അവളിങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുക. ആ ഒരു സമയമാണ് അവളുടെ നാക്കിനൊരു റെസ്റ്റ് ഉള്ളത് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. നമ്മുടെ പൊന്നൂസിന് വാട്ടർ മെലൺ ജ്യൂസ് വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ബാക്കി എല്ലാവരും ലൈമോ പറഞ്ഞു. ചേട്ടൻ ഒരു ഷുഗർ ഇല്ലാത്ത നട്ട്സൊക്കെ അടങ്ങിയ ഒരു ടീ ആണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വരുടെ ഉമ്മുന്നായിട്ട് പിന്നെ സമയം തെറ്റി കഴിച്ചുകൊണ്ട് വിശപ്പും കെട്ടുപോയി. അങ്ങനെ നമ്മൾ കൊല്ലം ബീച്ചിൽ വന്നു ഫ്രണ്ട്സ്. ബിരിയാണിയൊക്കെ തിന്ന് മത്ത് പിടിച്ചു. എനിക്കങ്ങ് ഭയങ്കര ഉറക്കം. നല്ല മഴക്കോളും ഉണ്ട്. വെയിലായിരിക്കും എന്ന് പേടിച്ചാ വൈകുന്നേരം ഇറങ്ങിയത്. എന്തായാലും എനിക്ക് സന്തോഷമായി. ഇവക്ക് വെയിൽ കൊള്ളാൻ പറ്റത്തില്ല, ഇവക്ക് അലർജി ഉണ്ട്. ഉപ്പുവെള്ളം അലർജി ഉണ്ടോടി? വെള്ളം അലർജി ഉള്ളു. ഇറങ്ങാൻ പറ്റൂലേ? ആഹാ, കടല് കയറി കിടക്കും. ആണാണ്, കുഴിയായിപ്പോയി. ആ ശരിയാ. എന്തുവാ എന്തോ വന്ന് കിടക്കുന്നെന്ന് അണ്ണൻ പറയുന്നേ. എല്ലാരും ഇറങ്ങി പോവാണ്. കടല് കയറി കേട്ടോ ഫ്രണ്ട്സ്, കുഴിയായി. ഓ, ചാക്ക് കൊണ്ടുവന്ന് നിരത്തിയേക്കുവാ. ചാക്കല്ലയോ കടൽ കയറാതിരിക്കാൻ. ആ ചാക്ക് പിന്നെ ഇങ്ങോട്ടാ വെള്ളം ഇനി അടിച്ചു കയറാതിരിക്കാൻ കൊണ്ട് കാത്തിട്ട്. നമുക്ക് അടുത്ത് പോയി നോക്കാം. ശ്രീചേട്ടൻ എന്തേ? ശ്രീചേട്ടൻ മുങ്ങി. ഞാൻ ഈ പോയിന്റ് ഹീല് ചെരുപ്പിട്ടേക്കുന്നോണ്ട് മണ്ണില് പൊതഞ്ഞ് കുഴിഞ്ഞു പോകുന്നു കേട്ടോ. ചാർക്കും തീമിങ്കാലം ഒക്കെ ഉണ്ട് അവിടെ. എനിക്ക് ഇന്നലെ തൊട്ട് ഇവരോട് അലച്ചലച്ച് സൗണ്ട് പോയി. അതുകൊണ്ടാ ചാക്ക്. ഇത് അണ്ണ ഇത് ചാക്കല്ലല്ലോ. ഓ ആ ഭയങ്കര കുഴിയായിപ്പോയി. അങ്ങ് കേറി ഇങ്ങ് വരുവോ കടല്? അയ്യോ ഒന്ന് അടങ്ങും മോനെ, അങ്ങോട്ട് പോവാ നമുക്ക്. പിന്നെ ഭയങ്കര ആഴ വാങ്ങി വാ. മണ്ണ് വാരി കഴിക്കല്ലേ. മഴ പെയ്യും തോന്നില്ല. നല്ല രസമുണ്ട് കാണാനാന്ന്. അവിടെ ആകാശം കറുകറുകറുന്നാണ്. ഓടിക്കോണം. അവിടെ എന്തോ ഉണ്ട് കേട്ടോ, പൈസ എന്തോ പിരിക്കുന്നതിന്റെ എന്തോ ഉണ്ട്. കല്യാണി ചേച്ചി വെള്ളത്തിൽ തള്ളിയിടും. പിന്നല്ല പട്ടം എവിടെ കിട്ടും? പട്ടക്കടയിൽ കിട്ടും. ആർക്കാ വേണം പട്ടം? ഒരെണ്ണം മേടിച്ചു. അങ്ങനല്ല, പട്ടം വാങ്ങിച്ച് ഒരു 5 മിനിറ്റ് തികഞ്ഞില്ല. അപ്പോഴത്തേക്കും ചറ മഴ പെയ്യാൻ തുടങ്ങി. അങ്ങനെ പിന്നെ എല്ലാവരും കാറിൽ ഓടിക്കയറി. അപ്പോഴാണ് കല്യാണി ഫോൺ വിളിക്കുന്നത്, എടി നമുക്ക് മാളിൽ പോയിട്ട് പോകാമെന്ന്. ആദ്യം ഞങ്ങൾ പറഞ്ഞു ഞങ്ങളങ്ങ് പോവാടിയെന്ന്. അപ്പോൾ അവളെ ഇല്ലടി മാളിലൂടെ വന്നിട്ട് പോയാൽ മതിയെന്ന്. ഞാനെന്തോ ഓട്ടം പറയാമോ?
മാളിൽ വെച്ച് നമ്മുടെ 3-4 സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു. കല്യാണിയുടെ വീഡിയോസ് തന്നെ കാണുന്നവരെ എന്നെ അറിയാം, എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് കല്യാണി അറിയാം. അങ്ങനെ സംസാരിച്ചു, ഫോട്ടോസൊക്കെ എടുത്തു. ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും വന്ന് സംസാരിക്കുമ്പോൾ. അപ്പോഴത്തേക്കും നമ്മുടെ കുട്ടീസിന് ക്യാൻഡി വേണമെന്ന് പറഞ്ഞിട്ട് ചേട്ടനും അണ്ണനും കൂടി അതൊക്കെ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ പൊന്നൂസിനെയും മോനൂട്ടിനെയും കളിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മേളത്തെ നിലയിലോട്ട് പോകാമെന്ന് പറഞ്ഞു. അതിനിടയിൽ കല്യാണി അവിടുന്ന് പുറത്തോട്ട് കാണുന്ന ഒരു വ്യൂ ഉണ്ട് കേട്ടോ. വ്യൂ പോയിൻ്റ് നല്ല രസമാണെന്ന് പറഞ്ഞ് ഞങ്ങളെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയപ്പോഴാണ് നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ പറയുന്നത് അങ്ങോട്ട് അധികം നേരം നിൽക്കാൻ പറ്റില്ലെന്ന്. പിന്നെ നമ്മൾ നേരെ തിരിച്ച് വന്ന് നമ്മുടെ പൊന്നൂസിനെ മോനൂടനെ അപ്പുക്കുട്ടനെയൊക്കെ കളിപ്പിക്കാൻ കയറി. അണ്ണൻ അതിൻ്റെ കോയിനും സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് പിന്നെ അവരെ കളിപ്പിക്കുമായിരുന്നു. അപ്പോഴത്തേക്കും ചേട്ടൻ ടീഷർട്ട് മേടിക്കാനും കല്യാണി അവരുടെ വീട്ടിലെ TV പുതിയത് അടിച്ചു പോയി കേട്ടോ. അപ്പോൾ അവർ പുതിയ TVയുടെ വിലയൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് അവർ താഴോട്ട് പോയി. ഞങ്ങളിതേ കുട്ടീസിനെയൊക്കെ കളിപ്പിച്ച് ഞാനും അണ്ണനും ഇവിടെ തന്നെ നിന്നു. അങ്ങനെ എല്ലാ കളിപ്പാട്ടത്തിൽ കയറിയാലും എൻ്റെ പൊന്നൂസിനെ മോനൂടനെ അറിയാലോ, അവർക്ക് മടുക്കൂല. അപ്പുക്കുട്ടൻ പിന്നെയും ഭേദമാണ് കേട്ടോ. അങ്ങനെ 3 പേരെ ഒരു വിധത്തിൽ കളിപ്പിച്ച് ഒരു വരവാക്കി. അണ്ണൻ എടുത്തു വെച്ച് കോയിൻ തീരുന്നവരെ കുട്ടീസിനെ അണ്ണൻ കളിപ്പിച്ചു. കല്യാണി അത്രയും നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ച് അവൾ മിസ്സായി പോയി. ചേട്ടൻ പറഞ്ഞു താഴത്തെ നിലയിലോട്ട് വരാൻ കേട്ടോ, ടാബും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അതുവരെ കുട്ടിപ്പട്ടാളങ്ങൾ ഞങ്ങളുടെ കൺട്രോളിലായിരുന്നു. പിന്നെ ഞാൻ ഒരുവിധം ആ ചാർജൊക്കെ തീരുന്നവരെ അവളെ കളിപ്പിച്ചിട്ട് താഴത്തെ നിലയിലോട്ട് നമ്മളും പോയി. അണ്ണൻ എപ്പോഴും പറയും പുതിയ വീട്ടിൽ വലിയ TV വാങ്ങണമെന്ന് കേട്ടോ. അങ്ങനെ അവൾ കല്യാണി TV നോക്കുന്നതിനിടെ അണ്ണനും എല്ലാ TVയുടെ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വിലയൊക്കെ ചോദിച്ച് വെച്ചു. നമുക്ക് പാലുകാച്ചാവുന്ന സമയം വാങ്ങാമല്ലോ. എത്ര? ഇതാണോ അണ്ണ ഉദ്ദേശിക്കുന്ന TV? എത്ര ഇഞ്ചായിരുന്നു? അണ്ണന് ഭയങ്കര ആഗ്രഹമാണ്. സാധാരണ എപ്പോഴും പറയും പുതിയ വീട്ടിൽ വലിയ TV വേണമെന്ന്. ക്ലാരിറ്റി കൊള്ള ഇല്ലേ കണ്ണെ മേളി. അത് അത്ര മതി. 55. അതെത്ര? 75. അണ്ണം ഭിത്തിയൊക്കെ അളന്ന് വെച്ചേക്കുവാണ്. അതനുസരിച്ചുള്ള അപ്പം മുട്ടുമണി അങ്ങനെ നമ്മളെ മാളിലൊക്കെ കറങ്ങി അടിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോകുക കേട്ടോ. ഭയങ്കര വിഷമമുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ ഇന്നലെ ഇന്നും ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. നമുക്ക് ടെൻഷൻ സന്തോഷം മാറ്റി തരട്ടെ, വേണ്ട, നാളെ സ്കൂളിൽ പോകണം. ഇനി വീട്ടിൽ പോകണം, ചോറ് വയ്ക്കണം, കറി വയ്ക്കണം, ഇവരെ നാളെ സ്കൂളിൽ പറഞ്ഞു വിടണം. അത് ആലോചിക്കുമ്പോൾ ടെൻഷൻ ഉണ്ട്. ഇന്ന് ഞങ്ങൾ പോകും. നീ മോനോട്ടനും വഴക്കല്ലായിരുന്നു, ഞങ്ങൾ പോവാം. ഇവനും മോനോട്ടനെ വെച്ച് സീനായിട്ട് വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇനി വഴക്കിടും. പക്ഷെ എനിക്ക് വൈകിട്ടപ്പല്ല, ഇവക്കിനി ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. വഴക്കിടത്തേ ഇല്ല. അപ്പൊ എന്നാലേ വഴക്കിട എന്നാലും നമ്മളിനി ഒരുമിച്ച് യാത്രയൊക്കെ പോകും കേട്ടോ. ഇവിടുന്ന് കരയാനാ, അവളിവിടെ നിന്ന് കരയും. ഞങ്ങളെ ആണെങ്കിൽ ഭയങ്കര വക്കീലിൽ അമ്മച്ചി പറയട്ടെ. ഞാൻ ഇവരടുത്ത് പറയുന്നില്ല അമ്മച്ചി സംസാരിച്ചിട്ട്. ഞങ്ങളെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ട്രീറ്റ് ചെയ്ത് ഞങ്ങളെ ഭയങ്കരമായിട്ട് സന്തോഷത്തിൽ കൊണ്ട് നടന്ന്. പിന്നെ എനിക്കൊരു കുഴപ്പമുണ്ട്, എനിക്ക് അരവട്ടമുള്ളതുകൊണ്ട് ഇവർക്കും അരവട്ടമുള്ളതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര സിങ്കാണ്. ഭയങ്കര സിങ്കാണ്. എന്തായാലും ഭയങ്കര സന്തോഷമായി. ഇനി നമുക്ക് പാല് കാച്ചിട്ട് വേണം ഇവരെ വിളിച്ച് ഒരു വിളിക്കൊന്നും വേണ്ട, രാവിലെ ഇവിടെ വന്നോളും. ഇന്നലെ പാല് കാച്ചിന്റെ കാര്യം വരുമ്പോൾ കാച്ചാൻ ഞാനും ഉണ്ട്. നാളെ സ്കൂളിൽ പോട്ടെ കേട്ടാ. പെട്ടെന്നാവട്ടെ, കൈ കഴിക്കുന്നു. അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷമായിട്ട് ഞങ്ങൾ പോട്ടെ. ഇനിയും വരാൻ മുട്ടേ വല്ലതൊക്കെ തിന്നാനൊക്കെ. രാത്രി ആരോട് കാര്യം പറയും സാരമില്ല, ഞാൻ ചേട്ടന് പറഞ്ഞ സമാധാനം. ചേട്ടാ ഇന്നൊരു ഒരു രാത്രി അവളോട് വർത്താനം. ഇന്നലെ ഞങ്ങൾ 2 മണിക്ക് ഉറങ്ങി. 2 മണി. ഓക്കെ, ബൈ ബൈ.